ക്വസ്റ്റ്യൻ നോക്കാം. ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട് ചുവടെ ചേർക്കുന്ന പ്രസ്താവനകളിൽ ശരിയേത്? ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗങ്ങളെ പ്രായപൂർത്തി വോട്ടവകാശത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല തിരഞ്ഞെടുക്കുന്നത്. ശരിയാണ്. എല്ലാ മതത്തിലെയും പ്രതിനിധികൾ ഭരണഘടനാ നിർമ്മാണ സഭയിലുണ്ടായിരുന്നു. ശരിയാണ്. രാഷ്ട്രീയ പാർട്ടികളിൽ കോൺഗ്രസ് ആണ് ഭരണഘടനാ നിർമ്മാണ സഭയിൽ ആധിപത്യം സ്ഥാപിച്ചിരുന്നത്. ശരിയാണ്. അപ്പോൾ ഓൾ ഓഫ് ദ അബവ് എല്ലാം ശരിയാണ്. ക്വസ്റ്റ്യൻ നോക്കാം. ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്നും ഇന്ത്യൻ ഭരണഘടന കടം കൊണ്ടിട്ടുള്ള ആശയങ്ങളിൽ ശരിയേത്? പാർലമെൻ്ററി സമ്പ്രദായം ശരിയാണ്. നിയമവാഴ്ച ശരിയാണ്. മൗലിക അവകാശങ്ങൾ അമേരിക്കൻ ഭരണഘടനയിൽ നിന്നാണ്. ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്ന് പാർലമെൻ്ററി സമ്പ്രദായവും നിയമവാഴ്ച. മൗലിക അവകാശങ്ങൾ അമേരിക്കൻ ഭരണഘടനയിൽ നിന്നാണ്. അപ്പം ശരിയായിട്ടുള്ളത് 1ഉം 2ഉമാണ്. ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ളത്. ചേർക്കുന്ന പ്രസ്താവനകളിൽ ശരിയേത്? കീഴ്ക്കോടതികൾക്ക് മേൽ ചുമത്തുന്ന പ്രത്യേക ഉത്തരവുകളാണ് പ്രൊഹിബിഷൻ. അത് ശരിയാണ്. അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തിയെ ഹാജരാക്കുവാൻ ഇറക്കുന്ന പ്രത്യേക ഉത്തരവാണ് ഹേബിയസ് കോർപ്പസ്. അത് ശരിയാണ്. ഒരു ഉദ്യോഗസ്ഥനുമേൽ ചുമത്തുന്ന പ്രത്യേക ഉത്തരവാണ് മാൻഡമസ്. അപ്പോൾ എല്ലാം ശരിയാണ്. ഓൾ ഓഫ് ദി എബോവ്. ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ളത്. ഭരണഘടനയിലെ അനുച്ഛേദം 19 പ്രകാരമുള്ള സ്വാതന്ത്ര്യങ്ങളിൽ പെടാത്തത്? ആവിഷ്കാര സ്വാതന്ത്ര്യം, സംഘടനാ സ്വാതന്ത്ര്യമൊക്കെ 19 പ്രകാരമുള്ള സ്വാതന്ത്ര്യങ്ങൾ ഉൾപ്പെടുന്നതാണ്. വിദ്യാഭ്യാസ സ്വാതന്ത്ര്യം ഉൾപ്പെടുന്നതല്ല. അപ്പോൾ ഉൾപ്പെടാത്തത് only 3 ആണ്. ചുവടെ ചേർക്കുന്നതിൽ സ്വത്തവകാശവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന. സ്വത്തവകാശം ഒരു മൗലിക അവകാശമാണ്. അത് തെറ്റാണ്. അടുത്തത് സ്വത്തവകാശം ഒരു നിയമ അവകാശമാണ്. അത് ശരിയാണ്. സ്വത്തവകാശം ഒരു മൗലിക അവകാശവും നിയമ അവകാശവുമാണ്. അതും തെറ്റാണ്. ശരിയായിട്ടുള്ളത് only 2 ആണ്. ഇവിടെ ചേർക്കുന്ന പ്രസ്താവനകളിൽ ശരിയേത്? ഇന്ത്യൻ ഭരണഘടന ഭേദഗതി പ്രതിപാദിക്കുന്ന അനുച്ഛേദമാണ് 368. അത് ശരിയാണ്. 12 മുതൽ 35 വരെയുള്ള അനുച്ഛേദങ്ങൾ മൗലിക അവകാശങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. ശരിയാണ്. അനുച്ഛേദം 32 പ്രകാരം ഹൈക്കോടതികൾക്ക് റിട്ട് പുറപ്പെടുവിക്കാം. അത് തെറ്റാണ്. ഹൈക്കോടതികൾക്ക് 226 ആണ്. 32 സുപ്രീം കോടതിക്കാണ്. 32 സുപ്രീം കോടതിനാണ്. ഒന്നുകൂടെ നോക്കാം. ഇന്ത്യൻ ഭരണഘടന ഭേദഗതി പ്രതിപാദിപ്പിക്കുന്ന അനുച്ഛേദമാണ് 368. 12 മുതൽ 35 വരെയുള്ള അനുച്ഛേദങ്ങൾ മൗലിക അവകാശങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. അപ്പോൾ ശരിയായിട്ടുള്ളത് 1ഉം 2ഉമാണ്. ഇന്ത്യൻ ഭരണഘടനയിലെ 3 ലിസ്റ്റുകൾ ഉൾപ്പെട്ട വിഷയങ്ങളുമായി ബന്ധപ്പെട്ട പ്രസ്താവനയാണ് ചുവടെ ചേർക്കുന്നത്. ശരിയായ പ്രസ്താവന ഏത്? ഇതിൽ ശരിയായിട്ടുള്ളത് 2ഉം 3ഉമാണ്. സംസ്ഥാന ലിസ്റ്റിൽ ജയിൽ, മദ്യം, വാണിജ്യം. കൺകറൻറ്റ് ലിസ്റ്റിൽ വനം, വിദ്യാഭ്യാസം, തൊഴിലാളി സംഘടനകൾ. അപ്പോൾ ശരിയായിട്ടുള്ളത് 2ഉം 3ഉമാണ്. സംസ്ഥാന ലിസ്റ്റിൽ ജയിൽ, മദ്യം, വാണിജ്യം. കൺകറൻറ്റ് ലിസ്റ്റിൽ വനം, വിദ്യാഭ്യാസം, തൊഴിൽ സംഘടനകൾ. ചേർക്കുന്നതിൽ തെറ്റായ പ്രസ്താവന ഏത്? യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ ഒരു ഭരണഘടനാ സ്ഥാപനമാണ്. ശരിയാണ്. സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ ഒരു ഭരണഘടനാ സ്ഥാപനമല്ല. അത് തെറ്റാണ്. ഭരണഘടനാ സ്ഥാപനമാണ്. സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാനെ നിയമിക്കുന്നത് പ്രസിഡൻ്റാണ്. തെറ്റാണ്. സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാനെ നിയമിക്കുന്നത് ഗവർണറാണ്. അപ്പം തെറ്റായിട്ടുള്ളത് 2ഉം 3ഉമാണ്. ഓപ്ഷൻ എ. ഇവിടെ ചേർക്കുന്ന പ്രസ്താവനകളിൽ ശരിയേത്? 2ഉം 3ഉമാണ് ശരിയായിട്ടുള്ളത്. ഉത്തർപ്രദേശ്, ആന്ധ്രാപ്രദേശ് എന്നിവയ്ക്ക് 2 സഭകളുള്ള നിയമനിർമ്മാണ സഭകളാണുള്ളത്. ശരിയാണ്. കർണാടകം, ബീഹാർ എന്നിവയ്ക്ക് 2 സഭകളുള്ള നിയമനിർമ്മാണ സഭകളാണ് ഉള്ളത്. ഇത് 2ഉമാണ് ശരിയായിട്ടുള്ളത്. അപ്പോൾ 2ഉം 3ഉം. ഓപ്ഷൻ സി. ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സമിതി ഇന്ത്യൻ ഭരണഘടനയിലേക്ക് ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്നും കടമെടുത്ത സവിശേഷതകളിൽ പെടാത്തത് നീതിന്യായ പുനഃപരിശോധനയും അവശിഷ്ട അധികാരവുമാണ്. അപ്പോൾ 1ഉം 2ഉമാണ് ശരിയായിട്ടുള്ളത്. നിയമവാഴ്ചയും പാർലമെൻ്ററി സമ്പ്രദായമൊക്കെ ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്നും കടമെടുത്ത ആശയങ്ങളാണ്. ഇവിടെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ഉത്തരവുകളുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെ? ഇന്ത്യയിലെ എല്ലാ കോടതികൾക്കും ഉത്തരവുകൾ പുറപ്പെടുവിക്കാൻ അധികാരമുണ്ട്. തെറ്റാണ്. സുപ്രീം കോടതിനും ഹൈക്കോടതിനുമാണ്. മാൻഡമസ് എന്ന വാക്കിൻ്റെ അർത്ഥം എന്ത് അധികാരത്തിൽ എന്നാണ്. തെറ്റാണ്. കൽപ്പിക്കുന്നു എന്നാണ്. ഹൈക്കോടതികൾക്ക് ഉത്തരവുകൾ പുറപ്പെടുവിക്കാൻ അധികാരം നൽകുന്ന വകുപ്പാണ് 256. തെറ്റാണ്. 226 സുപ്രീം കോടതിന് 32. ഇന്ത്യൻ ഭരണഘടന 5 തരം ഉത്തരവുകളെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. അത് ശരിയാണ്. അപ്പോൾ ശരിയായിട്ടുള്ളത് ഏതാണ്? 4ാമത്തെ മാത്രമാണ്. ഓപ്ഷൻ ബി.
മാർഗനിർദ്ദേശക തത്വങ്ങളുടെ ലക്ഷ്യത്തിൽ പെടാത്ത ആശയം ഏവ? ഇതിൽ പെടാത്തത് മതസ്വാതന്ത്ര്യം വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ളത്. അന്തർദേശീയ സമാധാനം പരിപോഷിപ്പിക്കുക, വിഭവങ്ങളുടെ തുല്യ വിതരണം, ജീവിത നിലവാരം മെച്ചപ്പെടുത്തുക, ഇതൊക്കെ നിർദ്ദേശ തത്വങ്ങളുടെ ലക്ഷ്യത്തിൽ പെടുന്നവയാണ്. പെടാത്തത് മതസ്വാതന്ത്ര്യം വർദ്ധിപ്പിക്കുക. ഇന്ത്യൻ ഭരണഘടനയിലെ ഭാഗം 4A പ്രതിപാദിച്ചിരിക്കുന്ന മൗലിക കർത്തവ്യങ്ങളിൽ പെടാത്തത് ഏത്? പെടാത്തത് 3 വ്യക്തികൾ നികുതി അടയ്ക്കുക എന്നുള്ളത്. ബാക്കിയെല്ലാം ഉൾപ്പെടുന്നതാണ്. സ്ത്രീകളുടെയും കുട്ടികളുടെയും അന്തസ്സിനും ആഭിജാത്യത്തിനും കളങ്കം വരുന്ന പ്രവർത്തനങ്ങൾ ഇടപെടാതിരിക്കുക, നമ്മുടെ പ്രകൃതിയെ സംരക്ഷിക്കുക ഉൾപ്പെടുന്നതാണ്. രക്ഷകർത്താക്കൾ കുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുക, ഇതൊക്കെ മൗലിക കർത്തവ്യങ്ങളിൽ പെടുന്നതാണ്. പെടാത്തത് വ്യക്തികൾ നികുതി അടയ്ക്കുക എന്നുള്ളതാണ്. അപ്പം 3 ഓപ്ഷൻ ഡി. ഇന്ത്യൻ രാഷ്ട്രപതിയുടെ വിവേചന അധികാരത്തിൽ പെടാത്തത് ഏവ? ലോകസഭയിൽ ഒരു പാർട്ടിക്ക് വ്യക്തമായ ഭൂരിപക്ഷം ഉണ്ടെങ്കിലും രാഷ്ട്രപതിക്ക് ഇഷ്ടമുള്ള വ്യക്തിയെ പ്രധാനമന്ത്രിയാക്കാം. അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനുള്ള രാഷ്ട്രപതിയുടെ അധികാരം, ഇത് രണ്ടുമാണ് പെടാത്തത്. ഓപ്ഷൻ എ ആണ്. ഭരണഘടനയുടെ 7ാം പട്ടികയിൽ പ്രതിപാദിച്ചിരിക്കുന്ന അവശിഷ്ട അധികാരവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏവ? സൈബർ നിയമങ്ങൾ അവശിഷ്ട അധികാരങ്ങൾക്ക് ഉദാഹരണമാണ്, അത് ശരിയാണ്. ഈ ആശയം കടമെടുത്തിരിക്കുന്നത് കാനഡയുടെ ഭരണഘടനയിൽ നിന്നുമാണ്, അത് ശരിയാണ്. മായം ചേർക്കൽ അവശിഷ്ട അധികാരത്തിൽ പെടുന്നു, അത് തെറ്റാണ്. അവശിഷ്ട അധികാരത്തിൽ നിന്നും നിയമം നിർമ്മിക്കാനുള്ള അധികാരം ഗവൺമെൻറ്റിനാണ്. അപ്പോൾ ശരിയായിട്ടുള്ളത് 1, 2, 4 ആണ്. ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. നാട്ടുരാജ്യങ്ങളെ പ്രതിനിധീകരിച്ച് 93 അംഗങ്ങളുണ്ടായിരുന്നു, അത് ശരിയാണ്. ബ്രിട്ടീഷ് പ്രവശ്യകളിൽ നിന്ന് 296 അംഗങ്ങളെ തിരഞ്ഞെടുത്തു, ശരിയാണ്. ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥ അടിസ്ഥാനത്തിലാണ് പ്രവശ്യകളിൽ തിരഞ്ഞെടുപ്പ് നടന്നത്, ശരിയാണ്. അപ്പോൾ 1, 2, 3 മാത്രമാണ് ശരിയായിട്ടുള്ളത്. രാഷ്ട്രപിതാവായ ഗാന്ധിജിയുടെ ആശയങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഭരണഘടനയുടെ ഏത് ഭാഗത്താണ്? ഓപ്ഷൻ സി ആണ്, നിർദ്ദേശക തത്വങ്ങൾ. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എത്ര തവണ ഭേദഗതി ചെയ്തിട്ടുണ്ട്? 1 തവണയാണ്, ഓപ്ഷൻ എ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെക്കുറിച്ച് ശരിയായത് ഏത്? അംഗങ്ങളെ 5 വർഷത്തേക്ക് തിരഞ്ഞെടുക്കുന്നു, ശരിയാണ്. സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ് തിരഞ്ഞെടുപ്പ് നടത്തുന്നത്. 1, 2 ആണ്, 1, 3 ആണ് ശരിയായിട്ടുള്ളത്, ഓപ്ഷൻ സി ആണ്. ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? ക്യാബിനറ്റ് മിഷൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഭരണഘടനാ നിർമ്മാണ സമിതി രൂപീകരിച്ചത്, അത് ശരിയാണ്. അവിഭക്ത ഇന്ത്യക്ക് വേണ്ടിയാണ് ഭരണഘടനാ നിർമ്മാണ സമിതി ഔദ്യോഗികമായി സംഘടിപ്പിച്ചത്, ശരിയാണ്. ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ ആദ്യ യോഗം 1947 ഓഗസ്റ്റ് 15 തെറ്റാണ്. അപ്പോൾ 1, 2, 3 ശരി, 3 തെറ്റാണ്.